തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കൂടിയാൽ അതിനെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. തൈറോയ്ഡ് ഗ്രന്ഥി കഴുത്തിലാണ്. ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഒന്ന് വീങ്ങിയാൽ നമ്മൾ അതിനെ ഗോയിറ്റർ എന്ന് പറയുന്നു. ഈ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? പലപ്പോഴും ഈ തൈറോയ്ഡിന്റെ പ്രവർത്തനമാണ് ശരീരത്തിലെ ഊർജ പ്രക്രിയകളെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത്. അപ്പോൾ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ അത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഏറെക്കുറെ ബാധിക്കാം. പല ആൾക്കാരിലും തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുമ്പോൾ ഇവർ പലപ്പോഴും അനുഭവപ്പെടുന്നത് ഒരു വിറയൽ അനുഭവപ്പെടാറുണ്ട്. ഒന്നുകിൽ വണ്ണം കുറവായിട്ട് അനുഭവപ്പെടാം, എപ്പോഴും വിശപ്പ്, കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും വിശക്കുന്നു, ചിലപ്പോൾ ഡയേറിയ വയറിളക്കമായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് തവണ ബാത്റൂമിൽ പോകണം അങ്ങനെ അനുഭവപ്പെടാം. ചിലർക്ക് ഒരു ഇറിറ്റബിലിറ്റി, ഉറക്കക്കുറവ്, ഒരു ആങ്സൈറ്റി, വെപ്രാളം പോലത്തെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ വരാം. ഇനി ചിലർക്ക് ഹാർട്ട് ബീറ്റിലെ വ്യതിയാനവും തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ വരാം. ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കാം, അത് നോർമൽ ഹാർട്ട് ബീറ്റ് കൂടിയതുമായിരിക്കാം. എട്രിൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഹാർട്ട് ബീറ്റിലെ വ്യതിയാനവും വരാം. ചിലർക്ക് ഒരുപാട് തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ച് ഹാർട്ട് ഫെയിലിയർ തന്നെ ഉണ്ടാക്കാം. ഇനി മറ്റു ചിലർക്കാകട്ടെ ഈ രോഗലക്ഷണം ഒന്നും വേണമെന്നില്ല, വേറൊരു പരിശോധന, മറ്റൊരാവശ്യത്തിന് തൈറോയ്ഡ് പരിശോധന ചെയ്യുമ്പോഴായിരിക്കും തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുതലാണെന്ന് അറിയുന്നത്. ചിലർക്ക് തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ അത് പൊതുവിൽ രക്താതിസമ്മർദ്ദം ഉണ്ടാക്കാം, ഉറക്കക്കുറവുണ്ടാക്കാം, ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളും വരാം. ഇനി ഈ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുതലാണ് എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ചിലർ വരുന്നത് എപ്പോഴും ചൂടാണ് അനുഭവപ്പെടുന്നത്, അമിതമായിട്ടുള്ള വിയർപ്പ്, ചിലപ്പോൾ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഒരു ബ്ലഡ് പരിശോധന ചെയ്യുന്നു, തൈറോയ്ഡ് ഫംഗ്ഷൻ ചെയ്യുന്നു, T3, T4, TSH. TSH എന്ന് പറയുന്ന ഹോർമോണിന്റെ അളവ് വളരെയധികം കുറയുന്നു. T3യും T4ഉം അതായത് തൈറോയിഡിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഹോർമോൺസിന്റെ അളവ് കൂടുന്നു. അങ്ങനെയാണ് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടെന്ന് ഡോക്ടർമാർ തീരുമാനിക്കുന്നത്. ഈ ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് പലപ്പോഴും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടെങ്കിൽ ഒരു FNAC ചെയ്ത് ഏത് തരത്തിലുള്ള തൈറോയ്ഡിന്റെ പ്രവർത്തന വ്യത്യാസമാണെന്ന് ഡോക്ടർമാർ നിർണ്ണയിക്കാറുണ്ട്. ഇനി ഈ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയതുപോലെ തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയാമോ? തീർച്ചയായിട്ടും. തൈറോയ്ഡിന്റെ പ്രവർത്തനത്തെ കുറയുന്നതിന് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നു. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പൊതുവിൽ ഇവർക്ക് എപ്പോഴും തണുപ്പ് പ്രതിരോധിക്കാനുള്ള ശേഷി കുറവായിരിക്കും, എപ്പോഴും തണുപ്പൊട്ടും ടോളറേറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ, അതായത് ബാത്റൂമിൽ മലശോധന കുറവുണ്ടാകാം. മറ്റു ചിലർക്ക് ഡിപ്രഷനായിട്ടായിരിക്കാം വരുന്നത്. ചിലർക്ക് വെയിറ്റ് കൂടുന്നതായിട്ട് അനുഭവപ്പെടാം. ചിലപ്പോൾ ശരീരഭാഗങ്ങളിൽ കാലിൽ വല്ലതും ചെറിയ നീരായിട്ട് വരാം. ഹാർട്ട് ബീറ്റ് കുറവായിട്ട് തോന്നാം. BP-യിൽ വ്യതിയാനം വരാം. ഇതൊക്കെയാണ് സാധാരണ തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുന്നത്. പലപ്പോഴും അവരുടെ തൊലി നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടോ കട്ടി കൂടുന്നത് പോലെയോ തോന്നിയേക്കാം. ഇതെങ്ങനെ നിർണ്ണയിക്കുന്നത്? ബ്ലഡിൽ അഗെയിൻ തൈറോയ്ഡിന്റെ പരിശോധന ചെയ്യുമ്പോൾ TSH ഹോർമോണിന്റെ അളവ് വളരെ കൂടുന്നു, T3യും T4ഉം കുറവായിട്ട് കാണുന്നു. അങ്ങനെയാണ് ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്ന് പറയുന്നത്. ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാരിലും തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാകാം. അപ്പോൾ പലപ്പോഴും ഡോക്ടർമാർ തൈറോയ്ഡ് കുത്തിയെടുത്ത് പരിശോധിക്കുക, FNAC പരിശോധന ആവശ്യപ്പെടാറുണ്ട്. ഈ അയഡിൻ ഹോർമോൺ അഥവാ അയഡിന്റെ കുറവ് വന്നാൽ ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയും. അയഡിൻ ചിലപ്പോൾ കൂടുതൽ ഉപയോഗിച്ചാലും തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടാം. ചില ആൾക്കാരിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് തൈറോയ്ഡിനെതിരെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം ആന്റിബോഡി ഉണ്ടാക്കിയിട്ടും തൈറോയ്ഡിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം വരാം. അങ്ങനെ വരുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് നമ്മൾ ഗ്രേവ്സ് ഡിസീസ് എന്നും ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്നും പറയുന്നത്. ഈ ഗ്രേവ്സ് ഡിസീസിൽ സാധാരണ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുന്നു. ഈ പറഞ്ഞ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടുന്ന രോഗലക്ഷണങ്ങൾക്കൊപ്പം ഇവരുടെ കണ്ണുകൾ പലപ്പോഴും തള്ളി വരുന്നതായിട്ട്, ഉണ്ട കണ്ണുകളായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിൽ സാധാരണഗതിയിൽ തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയുകയാണ് ചെയ്യാറുള്ളത്. ഈ കണ്ടീഷൻസിൽ തൈറോയ്ഡിനെതിരെയുള്ള ആന്റിബോഡീസിന്റെ പരിശോധന ഡോക്ടർമാർ പലപ്പോഴും നിർവഹിക്കാറുണ്ട്. ഇനി ഈ തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ഇത് നമുക്ക് ചികിത്സിക്കും. തൈറോയ്ഡിന്റെ പ്രവർത്തനം കൂടിയാൽ നിയോമെർക്കസോൾ മുതലായ തരത്തിലുള്ള തൈറോയ്ഡിന്റെ പ്രവർത്തനം കുറയ്ക്കുന്ന മരുന്നുകൾ വളരെ ഫലപ്രദമാണ്. ഇനി തൈറോയ്ഡിന്റെ പ്രവർത്തനം നമുക്ക് വളരെ കുറവാണെങ്കിലോ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തത്തുല്യമായ ഹോർമോൺ നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് രോഗിക്ക് നൽകാം. അങ്ങനെ തൈറോയ്ഡിന്റെ പ്രവർത്തനം നോർമലാക്കാം. അപ്പോൾ ഈ തൈറോയ്ഡിന്റെ രോഗങ്ങൾ പൊതുവിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന രോഗങ്ങളാണ്. ഇനി
എല്ലാ രോഗികളിലും ഈ തൈറോയിഡിൻ്റെ അസുഖം വളരെ രോഗലക്ഷണങ്ങളായിട്ട് വരണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും വേറൊരു അസുഖത്തിന് പരിശോധന നടത്തുമ്പോഴാണ് തൈറോയിഡ് രോഗമുണ്ടെന്ന് അറിയുന്നത്. ഉദാഹരണത്തിന് ചിലർക്ക് കൊളസ്ട്രോൾ പരിശോധിക്കുമ്പോൾ കൊളസ്ട്രോൾ വളരെ കൂടുതലായിരിക്കാം. ഇങ്ങനെ പലപ്പോഴും അതിനൊപ്പം നമ്മൾ തൈറോയിഡ് നോക്കുമ്പോൾ തൈറോയിഡിൻ്റെ വ്യതിയാനം, തൈറോയിഡിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം കൊളസ്ട്രോൾ കൂടിയിട്ടുണ്ടാവുക. ഇനി ആർത്തവ പ്രായത്തിലുള്ള സ്ത്രീകളിൽ ആർത്തവത്തിൽ വ്യതിയാനം വരുന്നത് തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ് കൊണ്ടുവരാം. ചില ആൾക്കാരിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റിന് തൈറോയിഡ് നോക്കാറുണ്ട്. കാര്യം ചെറിയ തോതിലുള്ള തൈറോയിഡിലെ വ്യതിയാനങ്ങളും ഇൻഫെർട്ടിലിറ്റി സ്ത്രീകളിൽ ഉണ്ടാക്കാം. പലപ്പോഴും ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിലെ വ്യതിയാനം ഹൃദ്രോഗമുണ്ടാക്കാം, രക്താതിസമ്മർദ്ദമുണ്ടാക്കാം എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇനി മറ്റു ചിലരിലാകട്ടെ ഈ തൈറോയിഡിൻ്റെ രോഗം യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല. ഒരു ECG എടുക്കുമ്പോൾ ഹാർട്ട് ബീറ്റിൽ വ്യതിയാനം വന്ന് എട്രിൽ ഫിബ്രിലേഷൻ കാണുമ്പോഴായിരിക്കും നമ്മൾ പലപ്പോഴും തൈറോയിഡിൻ്റെ ഹോർമോൺ ടെസ്റ്റ് വിടുന്നതും അത് അബ്നോർമലാണെന്നും കാണുന്നത്. എന്നിരുന്നാലും ഈ തൈറോയിഡിൻ്റെ പ്രവർത്തനം പ്രധാനമായിട്ട് നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ചികിത്സിച്ച് തൈറോയിഡിൻ്റെ പ്രവർത്തനം നോർമലാക്കാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് തൈറോയിഡ് ചികിത്സ വളരെ ഫലവത്താണ്. അതുകൊണ്ട് തൈറോയിഡിന് ടെസ്റ്റ് ചെയ്താലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, പേടിക്കേണ്ട ഒരു രോഗമല്ല. പിന്നെ പണ്ട് കാലത്ത് ഈ അയഡിൻ്റെ കുറവ് ഹൈപ്പോ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പലപ്പോഴും ഉപ്പും മറ്റും ഉപയോഗിക്കുന്നത് അയഡൈസ്ഡ് സോൾട്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള തൈറോയിഡിൻ്റെ പ്രവർത്തനക്കുറവ് പണ്ടത്തെ അത്രത്തോളം ഇപ്പോൾ നമ്മൾ കണ്ടുവരാറില്ല. താങ്ക് യു.